മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ നിയമപ്രകാരം ഔദ്യോഗികമായി നിരോധിച്ചു. നിരോധനം സംബന്ധിച്ച ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം അടുത്ത പ്രവൃത്തി ദിവസം പുറത്തിറങ്ങും. ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിൽ അവാമി ലീഗിന്റെ വിചാരണ പൂർത്തിയാകുന്നതുവരെ ഈ നിരോധനം പ്രാബല്യത്തിലുണ്ടാകും. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടക്കാല സർക്കാരിന്റെ ഈ സുപ്രധാന നീക്കം. അവാമി ലീഗ് ഭരണകൂടത്തിന്റെ പതനത്തിലേക്ക് നയിച്ച 2024 ജൂലൈയിലെ പ്രക്ഷോഭത്തിന്റെ സാക്ഷികൾ, പരാതിക്കാർ, പിന്തുണക്കാർ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും ഇടക്കാല സർക്കാർ ചൂണ്ടിക്കാട്ടി. മുഹമ്മദ് യൂനസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അതേ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളെയും അവയുടെ മുന്നണി സംഘടനകളെയും അനുബന്ധ സ്ഥാപനങ്ങളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ട്രൈബ്യൂണലിന് അധികാരം നൽകുന്ന ICT നിയമത്തിൽ സുപ്രധാന ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. 1949 കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ രൂപം കൊണ്ട അവാമി ലീഗ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള പാർട്ടിയാണ്. കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി സംസാരിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്കും സ്വയംഭരണത്തിനും വേണ്ടി പോരാടിയ ഈ പ്രസ്ഥാനം പിന്നീട് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. മൗലാന അബ്ദുൽ ഹമീദ് ഖാൻ ഭാഷാനി, ഹുസൈൻ ഷഹീദ് സുഹ്രാവർദി, ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചേർന്നാണ് അവാമി ലീഗിന് രൂപം നൽകിയത്. കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നുള്ള അവഗണനകൾക്കെതിരായ പ്രതികരണമായിരുന്നു ഈ പാർട്ടിയുടെ രൂപീകരണം. 1950കളിലും 60കളിലും അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാന്റെ സ്വയംഭരണാവകാശത്തിനായി ശക്തമായി വാദിച്ചു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ 1966 അവതരിപ്പിക്കപ്പെട്ട 6 പോയിന്റുകൾ കിഴക്കൻ പാകിസ്ഥാന്റെ സ്വയംഭരണാവകാശത്തിനുള്ള ഒരു നാഴികക്കല്ലായിരുന്നു. ഇത് പിന്നീട് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിത്തറയായി മാറി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അവാമി ലീഗ് നിർണായക പങ്ക് വഹിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കിരാതമായ അടിച്ചമർത്തലിനെ തുടർന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മുക്തി ബാഹിനി എന്ന സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി. ഒടുവിൽ ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായി ഉയർത്തെഴുന്നേറ്റു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് ബംഗ്ലാദേശിന്റെ ആദ്യത്തെ സർക്കാർ രൂപീകരിച്ചു. എന്നാൽ 1975 ഷെയ്ഖ് മുജീബുർ റഹ്മാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സൈനിക അട്ടിമറിയിൽ കൊല്ലപ്പെട്ടു. ഇത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ദുരന്തമായിരുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന പിന്നീട് അവാമി ലീഗിന്റെ നേതൃത്വത്തിലേക്ക് വന്നു. അവരുടെ നേതൃത്വത്തിൽ പാർട്ടി നിരവധി തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ദീർഘകാലം രാജ്യം ഭരിക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് സാമ്പത്തികമായും സാമൂഹികമായും നിരവധി നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നു. 2024 ജൂലൈയിൽ അവാമി ലീഗ് ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഈ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ താഴെ വീഴുകയും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവാമി ലീഗിനെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഭീകരവിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് അവാമി ലീഗിനെതിരെ നടപടികൾ എടുത്തിരിക്കുന്നത്. എന്നാൽ ഏത് പ്രത്യേക ഭീകരവാദ പ്രവർത്തനങ്ങളിലാണ് പാർട്ടിക്ക് പങ്കുള്ളതെന്ന് സർക്കാർ വ്യക്തമായി വിശദീകരിച്ചിട്ടില്ല. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും അതിനാലാണ് ഈ നിരോധനം ഏർപ്പെടുത്തുന്നതെന്നും ഇടക്കാല സർക്കാർ പറയുന്നു. എന്നാൽ അവാമി ലീഗ് എങ്ങനെയാണ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതെന്ന വിശദാംശങ്ങൾ ലഭ്യമല്ല. 2024 ജൂലൈയിലെ പ്രക്ഷോഭത്തിൽ അവാമി ലീഗ് ഭരണകൂടത്തിനെതിരെ മൊഴി നൽകിയ സാക്ഷികൾ, പരാതിക്കാർ, പിന്തുണക്കാർ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അവാമി ലീഗിന് രാഷ്ട്രീയമായ സ്വാധീനമുണ്ടെങ്കിൽ അത് സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് നിരോധനം. മുഹമ്മദ് യൂനസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിൽ രാഷ്ട്രീയ പാർട്ടികളെയും അവയുടെ മുന്നണി സംഘടനകളെയും അനുബന്ധ സ്ഥാപനങ്ങളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരം നൽകുന്ന തരത്തിൽ ICT നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇത് അവാമി ലീഗിനെതിരായ നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. നേരത്തെ വ്യക്തികളെയും സംഘടനകളെയും മാത്രമേ ICTക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ.
പുതിയ ഭേദഗതിയോടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മൊത്തത്തിൽ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ട്രൈബ്യൂണലിന് അധികാരം ലഭിക്കും. അവാമി ലീഗിന്റെ നിരോധനം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലം രാജ്യം ഭരിച്ച ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുന്നത് രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അവാമി ലീഗിന്റെ അനുയായികളും നേതാക്കളും ഈ നീക്കത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് നിർണായകമാകും. ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ നിരോധിക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും ഇത് ചോദ്യം ചെയ്യും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവാമി ലീഗിന് മത്സരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ അത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കും. അവാമി ലീഗിന് വലിയ ജനപിന്തുണയുള്ളതിനാൽ ഈ നിരോധനം രാജ്യത്ത് സാമൂഹിക സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. ഈ നീക്കത്തോട് രൂക്ഷമായി പ്രതികരിച്ച അവാമി ലീഗ് ഫാസിസ്റ്റ് സ്വേച്ഛാധിപതിയായ യൂനസ് സർക്കാരിന്റെ ഈ തീരുമാനത്തെ ഞങ്ങൾ വെറുപ്പോടെ തള്ളിക്കളയുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. ഫാസിസ്റ്റ് യൂനസ് സർക്കാരിന്റെ ഈ തീരുമാനത്തെ ധിക്കരിച്ച് അവാമി ലീഗ് അതിന്റെ പ്രവർത്തനങ്ങൾ ഉചിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിച്ചു. അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ രാജ്യം സ്വാതന്ത്ര്യവും പരമാധികാരവും നേടിയപ്പോൾ ജനങ്ങളുടെ അനുവാദമില്ലാതെ രാജ്യം ഭരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ഈ നിരോധനത്തിന് സ്വതന്ത്ര ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിൽ പാർട്ടി ദുഃഖം രേഖപ്പെടുത്തി. യൂനസ് ഭരണകൂടത്തിന്റെ ഈ വിവേകമില്ലാത്ത തീരുമാനത്തിന് ബംഗ്ലാദേശിലെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും അവാമി ലീഗ് കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളോടും സ്ഥാപനങ്ങളോടും നേതാക്കളോടും ഈ നീക്കത്തെ അപലപിക്കാൻ അവാമി ലീഗ് അഭ്യർത്ഥിച്ചു. നേരത്തെ യൂനസിന്റെ പ്രസ് സെക്രട്ടറി ഷഫീഖുൽ ആലം പറഞ്ഞത് ലജ്ജാകരമായ കൊലപാതക രാഷ്ട്രീയമുള്ള ജനാധിപത്യ വിരുദ്ധവും അഴിമതി നിറഞ്ഞതുമായ പാർട്ടിയെ നിരോധിക്കാനുള്ള തീരുമാനത്തെ ജനാധിപത്യ ലോകം എതിർക്കാൻ സാധ്യതയില്ലെന്നാണ്. പുതുതായി രൂപം കൊണ്ട NCP വ്യാഴാഴ്ച മുതൽ അവാമി ലീഗിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് റാലികളും ഉപരോധങ്ങളും സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അവാമി ലീഗിനെതിരായ ഈ നടപടി ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരിക്കും. ഇതിന്റെ അനന്തരഫലങ്ങൾ വരും ദിവസങ്ങളിലും മാസങ്ങളിലും രാജ്യം ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടി വരും.